വർഷത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കശ്മീർ താഴ്വരയെ ഉറ്റുനോക്കുകയാണ് രാജ്യം. 2019 ജമ്മു കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 2014 അവസാനമായി ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പിന്നാലെ ജമ്മു കശ്മീരിന് സംസ്ഥാന പദവിയും തിരികെ ലഭിക്കും. സെപ്റ്റംബർ 18 ആരംഭിച്ച ഒക്ടോബർ 1 അവസാനിക്കും വിധം 3 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പ്രശ്നബാധിതമായ വടക്കൻ കശ്മീരിലാകും ആദ്യഘട്ട തിരഞ്ഞെടുപ്പ്. തെക്കൻ കശ്മീരിലെ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുക. പിന്നീട് ജമ്മു മേഖലയിലും സെൻട്രൽ കശ്മീരിലെ മേഖലയിലും തിരഞ്ഞെടുപ്പ് നടക്കും. ഒന്നാം ഘട്ടത്തിൽ 24 സീറ്റിലും രണ്ടാം ഘട്ടത്തിൽ 26 സീറ്റിലും അവസാന ഘട്ടത്തിൽ 40 സീറ്റിലുമാകും തിരഞ്ഞെടുപ്പ് നടക്കുക. നാഷണൽ കോൺഫറൻസിനൊപ്പം സഖ്യം ചേർന്ന കോൺഗ്രസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും BJPയും മത്സര രംഗത്തുണ്ട്. 51 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും 32 എണ്ണത്തിൽ കോൺഗ്രസും മത്സരിക്കുമെന്നാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണ. അതേസമയം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി അത് പെട്ടെന്ന് തന്നെ പിൻവലിക്കേണ്ടി വന്നത് BJPക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് വേണം പറയാൻ. 2014 അവസാനമായി നടന്ന തിരഞ്ഞെടുപ്പിൽ PDPക്ക് 28 സീറ്റും BJPക്ക് 25 സീറ്റുമായിരുന്നു ലഭിച്ചിരുന്നത്. ഇരു പാർട്ടികളും സഖ്യത്തിൽ ഏർപ്പെട്ടതോടെ PDPയുടെ മുഫ്തി മുഹമ്മദ് സയ്യിദ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി. BJP നേതാവ് നിർമ്മൽ കുമാർ സിംഗ് ഉപമുഖ്യമന്ത്രിയായും ചുമതലയേറ്റു. 2016 മുഹമ്മദ് മുഫ്തി മരണപ്പെട്ടതോടെ മകൾ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി. എന്നാൽ ആ സർക്കാരിന് അധിക നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. 2018 ജൂൺ 19 PDP സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചതോടെ മെഹബൂബ മുഫ്തി താഴെ വീണു. ഇതോടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 2019 ഓഗസ്റ്റ് 5 370 വകുപ്പ് പിൻവലിച്ച്, അതായത് പ്രത്യേക പദവി റദ്ദാക്കി ജമ്മു കശ്മീരിനെ രണ്ടായി വിഭജിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം നടന്നു. ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി സംസ്ഥാനത്തെ വിഭജിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്ത നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയും സംസ്ഥാനത്തെ ജമ്മു കശ്മീരും ലഡാക്കുമാക്കി വിഭജിച്ചും കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ സുപ്രീം കോടതി ബെഞ്ച് ഐക്യകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സംസ്ഥാന പദവി നൽകണമെന്നും 2024 സെപ്റ്റംബർ 30 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു. 2022 ഡിസംബറിലാണ് സുപ്രീം കോടതി ഇതു സംബന്ധിച്ച് ഉത്തരവിടുന്നത്. ഇതേ തുടർന്ന് വർഷങ്ങളായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.